ഹലോ, നല്ല അടിപൊളി കേരക്കറി വെച്ചിട്ട് അത് ചൂട് നോക്കുമ്പോൾ അണ്ണാക്ക് പൊള്ളുന്ന ഫേസ് എക്സ്പ്രഷനാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നല്ല കുടംപുളി ഇട്ട് കേരക്കറി വെക്കാൻ നോക്കാം. ആദ്യം നമ്മൾ മൺചട്ടി അടുപ്പത്തേക്ക് വെക്കുക. മൺചട്ടിയിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഒന്ന് ചെറുതായി ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കിനും ഇച്ചിരി ഉലുവ ഒന്ന് ഇതാക്കി വരുമ്പോഴത്തേക്കും നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ആ ഇഞ്ചി വെളുത്തുള്ളി കടുക് പൊട്ടിയ എണ്ണയിലേക്ക് ഇടുക. എന്നിട്ട് അതൊന്ന് നന്നായി വഴറ്റുക. ഒരുപാട് കളറൊന്നും മാറണ്ട. അപ്പം തന്നെ നമുക്ക് ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതായി വരുമ്പോഴത്തേക്കിനും നമുക്ക് മഞ്ഞൾപ്പൊടി, അതിന് ശേഷം നമ്മൾ 2 മുളക് പൊടി ഇടുന്നുണ്ട്. അതായത് ഇച്ചിരി എരിവുള്ള മുളക് പൊടിയും കാശ്മീരി മുളക് പൊടി ഇടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് അളവിന്. ഞാനിപ്പോൾ കുറച്ച് മീൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് 250 ഗ്രാമാണ് മീൻ എടുത്തേക്കുന്നത്. അതിന് ഞാൻ 1 ടീസ്പൂൺ നല്ല മുളക് പൊടിയും എരിവുള്ള മുളക് പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഇട്ടേക്കുന്നത്. അതൊന്ന് വഴന്ന് വരുമ്പോൾ ഞാൻ അതിലേക്ക് കുടംപുളി ഇട്ട വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് നന്നായി തിളയ്ക്കുന്നത് വരെ അടച്ച് വയ്ക്കുക. അടച്ച് വെച്ചിട്ട് അതൊന്ന് വെട്ടി തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് മീനിടാം. കേരയാണ് കിട്ടിയത്. കേര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി ഒന്ന് സെറ്റ് ചെയ്ത് പിന്നെ ഒന്ന് നമ്മൾ 2-3 പ്രാവശ്യം ഒന്ന് ഇളക്കി ഒന്ന് അടച്ച് വയ്ക്കുക. അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ വീണ്ടും അത് തിളച്ച് നല്ലോണം വരും. അപ്പോൾ എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇടാൻ മറന്നുപോയി. ലാസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ലാസ്റ്റ് നമ്മുടെ മീൻകറിയുടെ ലുക്ക്. നമുക്ക് കപ്പയും കൂട്ടി കഴിച്ച് നോക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു. നല്ല അടിപൊളി മീൻകറിയും കപ്പയും കഴിച്ച് കഴിഞ്ഞു ഗൈസ്. അപ്പോൾ ഓക്കെ, ബായ്.